ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇലയടയാണ്. ഗോതമ്പ് മാവ് ഉപയോഗിച്ചാണ് ഇലയട തയ്യാറാക്കുന്നത്. അതിനായി 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ ടോട്ടൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുഴച്ചെടുത്ത മാവിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കാം. അല്പം ലൂസായിട്ടാണ് കുഴച്ചെടുക്കുന്നത്. മാവ് റെഡിയായി വന്നിട്ടുണ്ട്, മാറ്റി വെക്കാം. ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും 1/4 കപ്പ് അവലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാനിയൊക്കെ നന്നായി വറ്റി വരുന്നതുവരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഉരുളകളാക്കി മാറ്റി വെക്കുന്നുണ്ട്. 2 കപ്പ് മാവിൽ 6 ഉരുളകളാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇലയുടെ തയ്യാറാക്കാനായി ഇല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശർക്കര പാനിയും അവലും തേങ്ങയും എല്ലാം കൂടി നന്നായി മിക്സായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇലയിലേക്ക് 1 ഉരുള മാവ് വെച്ച ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. കൈകൊണ്ട് തന്നെയാണ് പരത്തി കൊടുക്കുന്നത്. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് മടക്കി കൊടുക്കാം. 2 സൈഡിലെയും മാവ് ഒട്ടുന്ന രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച ശേഷം ചൂടാകാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇലയുടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.